ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു കോണ്ടെക്സ്റ്റ് പറയാം. അയാളത് എന്ത് ചെയ്യുമ്പോഴും വളരെ കൃത്യനിഷ്ഠയോടെ ചിട്ടയെല്ലാം പാലിച്ച് റൂൾസ് എല്ലാം തെറ്റരുത് എന്ന് ശ്രദ്ധിച്ച് അതിൻ്റെ ഓരോ ഡീറ്റെയിൽസും നോക്കി തെറ്റ് വരുത്താതെ ചെയ്യാൻ ശ്രമിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ എന്ത് കാര്യമാണെങ്കിലും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണമെന്ന് എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഒരു സ്വഭാവ രീതിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നമസ്കാരം, ഞാൻ അഞ്ജലി PH, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അറ്റ് നായേഴ്സ് ഹോസ്പിറ്റൽ. ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് അനൻക്യാസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ അഥവാ ഒബ്സസീവ് കമ്പൾസീവ് പേഴ്സണാലിറ്റി ഡിസോർഡർ OCPD എന്ന ഒരു കണ്ടീഷനെ കുറിച്ചാണ്. അപ്പോൾ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ നമ്മൾ നോക്കുന്നത് ലോങ് സ്റ്റാൻഡിങ് ആയിട്ട് കാണുന്ന മാലഡാപ്റ്റീവ് പാറ്റേൺസിനെ കുറിച്ചാണ്. എന്ന് വെച്ചാൽ ജീവിതത്തിലുടനീളം ഒരു വ്യക്തിയിൽ കാണുന്ന ചില സ്വഭാവ രീതികൾ, അവ നിരന്തരം അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അത്തരം ചില രീതികളായിരിക്കും ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അനൻക്യാസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ആദ്യം പറഞ്ഞൊരു കോണ്ടെക്സ്റ്റ് ഇല്ലേ, അതിൽ പറഞ്ഞ ചില ട്രെയ്റ്റ്സ് ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ വരുന്നതാണ്. കുറച്ചും കൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു പെർഫെക്ഷനിസം, എന്ത് കാര്യമാണെങ്കിലും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനുള്ളൊരു ശ്രമം, അതിനുവേണ്ടി ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്നു, ഇതൊക്കെ ഇവരിൽ കാണാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ പോലെ റൂൾസ്, ഡീറ്റെയിൽസ്, എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും വളരെ ലിസ്റ്റ് മേക്ക് ചെയ്തിട്ട് ചെയ്യുന്നു, ഇത്തരം രീതികളൊക്കെ ഇവരിൽ കാണും. അപ്പോൾ പൊതുവെ അവരുടെ ഒരു ദിനചര്യ തന്നെ പൊതുവെ വളരെ ചിട്ടയിലുള്ളൊരു ദിനചര്യയൊക്കെ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. അതോടൊപ്പം ഒരു പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതിൽ അവർ വളരെ പ്രിയോക്യുപ്പൈഡ് ആയിരിക്കും. എന്ന് പറയുമ്പം ഇപ്പോൾ അവരുടെ ഒരു ഫാമിലി, ഫ്രണ്ട്സ്, ഇവരൊക്കെ ഒത്തുള്ളൊരു ടൈം, അല്ലെങ്കിൽ അവരുടെ തന്നെ ഒരു പേഴ്സണൽ ടൈം, ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു ബാക്ക് സീറ്റ് എടുത്തിട്ട് ഈ സമയമൊക്കെ ഇവർ പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കണം, അതാണ് ആവശ്യം എന്നൊരു രീതിയായിരിക്കും അവർ ഫോളോ ചെയ്യുന്നുണ്ടാവുക അതിപ്പോൾ. അതോടൊപ്പം പൊതുവേ കുറച്ച് നമ്മുടെ സൊസൈറ്റിയിലുള്ള റൂൾസ്, നോംസ്, ഇതൊക്കെ സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നവരായിരിക്കും. കുറച്ച് റിജിഡായിട്ടുള്ള, അധികം ഫ്ലെക്സിബിൾ അല്ലാത്ത ആൾക്കാരായിരിക്കും. ഒപ്പം തന്നെ ഇപ്പോൾ മറ്റൊരാളാണെങ്കിലും അവരും ഞാൻ ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ നോക്കിക്കാണണം, ചെയ്യണം എന്നൊരു നിർബന്ധ ബുദ്ധി ഇവരിൽ കാണാൻ പറ്റാറുണ്ട്. അതല്ലെങ്കിൽ ഇവർ ചിലപ്പോൾ ഡ്യൂട്ടീസൊക്കെ അസൈൻ ചെയ്യാതെ എല്ലാ റെസ്പോൺസിബിലിറ്റീസും ഇവർ തന്നെ ഏറ്റെടുത്ത് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്ന പോലെയൊക്കെ കാണാൻ പറ്റാറുണ്ട്. അപ്പോൾ നമുക്ക് തോന്നാം, ഇപ്പോൾ ഒരാൾ പെർഫെക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ നോക്കുന്നു, അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എല്ലാ ഡ്യൂട്ടീസും സ്വന്തമായിട്ട് ചെയ്യാൻ നോക്കുന്നു, നല്ല ചിട്ടയുണ്ട്, ഇതൊക്കെ നല്ലതല്ലേ, എന്തിനാണ് ഇപ്പോൾ അതിനൊരു പ്രശ്നമായി കാണുന്നതെന്ന്. ഇവിടെ നോക്കുന്നത് ഇത്തരം പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ്, ഇത് അവരുടെ ലൈഫിൽ ഉണ്ടാക്കുന്ന നെഗറ്റീവ് ഇമ്പാക്ട്സിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ, ആദ്യം ഞാൻ ഈ പറഞ്ഞ പെർഫെക്ഷനിസം. അപ്പോൾ ഈ പെർഫെക്ഷനിസം ഇവർ ഫോളോ ചെയ്യുന്നതുകൊണ്ട് തന്നെ പലപ്പോഴും ഇപ്പോൾ അവർക്കൊരു ഫോർ എക്സാമ്പിൾ ഇവർക്കൊരു പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യണം, അതിനൊരു ഡെഡ് ലൈൻ ഉണ്ട്. ഇവർ പെർഫെക്റ്റായി ചെയ്യാൻ ശ്രമിക്കുന്നു, അതിനുവേണ്ടി കുറേ എഫേർട്ട് ഇടുന്നു, ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ മറ്റ് പലരും സബ്മിറ്റ് ചെയ്യുന്ന ടൈമിൽ ഇവർക്കത് ചെയ്യാൻ പറ്റിക്കൊള്ളണം എന്നില്ല. അങ്ങനെ കുറേ പെൻഡിങ് വർക്ക് വരാം, അതൊരു സ്ട്രെസ്സായിട്ട് മാറാം. അതല്ലാതെ നമ്മൾ മറ്റൊരു സിറ്റുവേഷൻ എടുക്കുകയാണെങ്കിൽ, ഇവർ തന്നെ പൊതുവേ ഇവർക്കൊരു സ്റ്റാൻഡേർഡ്, ഇവർക്ക് തന്നെ ഒരു സ്റ്റാൻഡേർഡ് ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിൽ അച്ചീവ് ചെയ്യാൻ, ആ ഒരു സ്റ്റാൻഡേർഡിലോട്ട് എത്താൻ പറ്റാതെ വരുമ്പോൾ, അത്രയും അച്ചീവ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ, അവർക്കൊരു സബ്ജക്റ്റീവ്ലി എന്ന് പറയുമ്പോൾ അവരുടെ ഉള്ളിൽ തന്നെ ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യാൻ വഴിയുണ്ട്. പിന്നെ ഈ പറഞ്ഞൊരു റിജിഡിറ്റി, ഫ്ലെക്സിബിൾ അല്ല എന്നൊക്കെ പറയുന്ന ഒരു ട്രീറ്റ് കാരണം തന്നെ പലപ്പോഴും ചേഞ്ചസിനെ അക്സെപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പല സിറ്റുവേഷൻസിലും അഡ്ജസ്റ്റ് ചെയ്യാനോ ഉള്ളൊരു ബുദ്ധിമുട്ട്. ഇനി ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്സ് ആയിക്കോട്ടെ, അവിടെയാണെങ്കിലും ഈ പറഞ്ഞ മറ്റുള്ളവരുടെ രീതികളുമായിട്ട് ചേർന്ന് പോകാൻ പറ്റാത്തത് കൊണ്ട് പലപ്പോഴും പ്രോബ്ലംസ് ഉണ്ടാകും. അപ്പോൾ ഇത്തരം പ്രോബ്ലംസൊക്കെ എന്തുണ്ടാക്കും, ഇവരിൽ ഡിപ്രഷൻ അല്ലെങ്കിൽ പലതരം ആങ്സൈറ്റി ഡിസോർഡേഴ്സ്, ഇതൊക്കെ വരാനുള്ളൊരു ചാൻസ് ആവാനും വഴിയുണ്ട്. ഇതോടൊപ്പം തന്നെ നമ്മളിവിടെ പറയുന്നത്
ഒബ്സസീവ് കമ്പൾസീവ് പേഴ്സണാലിറ്റി ഡിസോർഡർ OCPD കുറിച്ചാണ്. അതല്ലാതെ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ OCD കുറിച്ചല്ല. അത് തീർത്തും മറ്റൊരു വ്യത്യസ്തമായ കണ്ടീഷനാണ്. പക്ഷേ ഈ OCPD ട്രെയ്റ്റ്സ് ഉള്ളവർക്ക് OCD ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസസും വളരെ ഹൈ ആണ്. ഇതൊരു പേഴ്സണാലിറ്റിയുടെ ഭാഗമല്ലേ, ഇതിൽ ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. ഇത്തരം പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ളവർക്കോ കാണുന്നുണ്ട്, അത് അവരുടെ ലൈഫിനെ ബാധിക്കുന്നുണ്ട് എന്ന് തോന്നുവാണെങ്കിൽ ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിനോട് ബന്ധപ്പെട്ട് കുറച്ചും കൂടി അഡാപ്റ്റീവായിട്ടുള്ള സ്കിൽസ് ലേൺ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. താങ്ക് യു.